but you don't understand. I'm calling out to you. Can you hear a thing? 'Cause you lit the match. സോ നമ്മുടെ മണാലിയിലെ ഡേ 2 ആണ്. അപ്പോൾ പാർട്ട് 2 വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ കിട്ടിയ ബ്രെഡും ജാമും ഇഡ്ഡലിയും കടലക്കറിയും പിന്നെ പൂരി മസാല ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചു. നമ്മുടെ സെയിം വ്യൂ ആണ് കേട്ടോ ഇന്നലെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അതേ വ്യൂ ആണ്. അപ്പോൾ മോർണിംഗ് ആണ്. ഇപ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു പുറത്തേക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നേരെ ഇനി റൊത്തങ് പാസിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒരുങ്ങി വന്നിട്ടൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പോയ സെയിം വണ്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നും പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തി തന്നായിരുന്നു നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ചോക്ലേറ്റ്, വെള്ളം അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങിയ ശേഷമാണ് കയറ്റം കയറി തുടങ്ങിയത്. അപ്പം നല്ല വ്യൂ ആയിരുന്നു പുറത്തേക്ക്. ഉറങ്ങി പോകുന്നൊക്കെ എല്ലാവരും പറഞ്ഞെങ്കിലും പക്ഷേ വ്യൂ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും ഉറങ്ങാനൊന്നും തോന്നത്തില്ല കേട്ടോ. അപ്പോൾ 1.5 അവറെങ്കിലും നമുക്ക് മുകളിലോട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 2-2.5 മണിക്കൂർ കൊണ്ടാണ് മുകളിലെത്തിയത്. അപ്പോൾ എൻ്റെ ഇടയിലൊക്കെ കുറച്ച് ബ്രേക്ക് ടൈമൊക്കെ തന്നു. നമ്മൾ ഈ വ്യൂ ഒക്കെ കണ്ട് പോകട്ടോ. അത് ഹിമാലയൻ മൗണ്ടൻസ് ആണ്. അവിടെയൊക്കെ മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കണ്ടു. കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പാരാഗ്ലൈഡിങ് ചെയ്യുന്നതുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ അന്വേഷിച്ചപ്പോൾ നല്ല ഹൈറ്റിൽ പാരാഗ്ലൈഡിങ് ചെയ്യുന്നതിന് 8,000ഉം കുറച്ചുകൂടി ലോ ആയിട്ട് പാരാഗ്ലൈഡിങ് ചെയ്യുന്നതിന് 4,000ഉമാണ് പറഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയ്ക്കൊന്ന് നിർത്തിയൊക്കെ തന്നായിരുന്നു കേട്ടോ വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാൻ. കാരണം റൊത്തങ് പാസ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വാഷ്റൂമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലുള്ളൊരു സ്ഥലത്ത് നിർത്തി തരും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വാഷ്റൂമിലൊക്കെ പോയി. നമ്മൾ മണാലിയിൽ റൊത്തങ് പാസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 13,000 അല്ലേ, 13,000 ഫീറ്റ് മുകളിലാണ് റൊത്തങ് പാസ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ -1 ആണ് അവിടുത്തെ ടെമ്പറേച്ചർ. നല്ല തണുപ്പുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. ഗ്ലൗസ് കൂരി വെച്ചൊക്കെ ഫോണൊന്നും ചെയ്യാൻ കഴിയില്ല ഗ്ലൗസ് ഇട്ടിട്ട്. അത് തന്നെ കൊണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അടിപൊളി വ്യൂ ആണ്. അവിടെ നമുക്ക് അവിടെ നോക്കി കഴിഞ്ഞാൽ സ്നോ ഒക്കെ കാണാം. പോകണില്ല കേട്ടോ. ഇതാണ് റൊത്തങ് പാസിൻ്റെ പോയിന്റ്. അപ്പോൾ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മറ്റേ ട്രക്കിംഗ് വണ്ടിയിൽ പോകണം. പിന്നെ കുറച്ച് കാറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടേക്ക് പോകണില്ല. വെയിലുണ്ട്. അത് കാരണം വെയിലത്തൊന്നും മാറാൻ തോന്നുന്നില്ല. ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കാൻ തോന്നുക. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. വെയിലിന് ഒരു ചൂടും ഇല്ല. കൈയൊക്കെ തണുത്ത് മരവിച്ച് എന്താ പറയുക, ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക. നമുക്ക് അങ്ങോട്ട് പോയി വെക്കാം. റൊത്തങ് പാസിൻ്റെ അങ്ങോട്ട് പോയി വെക്കാം. നല്ല തിരക്കുണ്ട്. കുറേ അധികം വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാണിച്ചു കൈ വരച്ചിട്ട് പാടില്ല. വയ്യ, അതാണ് നമ്മൾ വന്ന വണ്ടി. നമുക്ക് ആ സൈഡ് ഇറക്കാം. ഓ, വെള്ളമൊക്കെ ഐസായി. അവിടെ കുഞ്ഞു റിവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നടന്നു ആ വണ്ടിയിലാട്ടോ സ്നോ പോയിന്റിലേക്ക് പോവാ. അമ്മ വണ്ടി പോവാന്ന് പറയണേ. എന്താ കാര്യം? തണുപ്പ്. ചെവിയിലൊക്കെ പഞ്ഞി ഒത്തി വെച്ചു. വണ്ടി പോയിരുന്നോ? ഇവിടുന്ന് ഞാൻ ഒറ്റയ്ക്കായി. അമ്മ പോയി. നമുക്ക് പോയി നോക്കാം. ഓടാനൊന്നും വയ്യ, ഭയങ്കര തണുപ്പ്.
ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട് കേട്ടോ. മാഗി, ഓംലെറ്റ് ഒക്കെ കിട്ടും. ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട്. അയ്യോ ഭയങ്കര തണുപ്പാണ്, തണുത്തിട്ട് വിറക്കുക. നമ്മളിപ്പോ റോത്താം പാസിലാണ് ഉള്ളത്. പക്ഷെ ഇവിടെ മഞ്ഞില്ല ഗായ്സ്. ഇവിടെ കുറച്ച് കുതിരകളുണ്ട് ഗായ്സ്. ഇവിടെ കുറച്ച് കുതിര മാത്രമേ ഉള്ളൂ ഗായ്സ്. നോക്കി നടന്നോട്ടോ. ഇല്ല ഈ കൈ ഇല്ല ഗൈസ്. ഈ കൈ ഫ്രോസ്റ്റ് ബൈറ്റ് അടിച്ച് ചത്തു. ഇല്ല, നിങ്ങൾ കാണുന്നുണ്ട് ഈ കൈ. തണുപ്പുണ്ടോ സാന? തണുത്ത് മരവിച്ചു ഗൈസ്. നോക്കൂ. അതെ, ഫോൺ എടുക്കണമെങ്കിൽ ഗ്ലൗസ് വേണം. മാം എന്താണ് നടന്നിട്ട് എത്താത്ത? ഹായ് ഗൈസ്. അപ്പൊ നമ്മള് വെട്ട അവിടെന്നാ നമ്മള് പറയാ. അപ്പൊ നമ്മള് റത്തം പാസിലൊരു കുഞ്ഞ് ലേക്ക് ഉണ്ട്, അത് കാണാൻ വേണ്ടി റത്തം പാസിന്റെ പോയിന്റിന്ന് നടക്കാട്ടോ. ആ മല ഉണ്ടോ? അതിങ്ങനെ നോക്കുമ്പോ ചെറുതാ, ഇവിടെ നല്ല ദൂരമുണ്ട്. 500 മീറ്റർ എങ്കിലും ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഇവിടെ ഒരു റിവറുണ്ട്, ഒരു ലേക്ക്. അപ്പൊ അത് ലക്ഷ്യം വെച്ച് പോവാ. ഇനി എനിക്കൊന്ന് മൊത്തത്തിൽ 1 കിലോമീറ്റർ ഉണ്ട് നടക്കാന്. പക്ഷെ ഫോണിൽ കൂടെ നോക്കുമ്പോ ഇല്ല. ഫോണിൽ കൂടെ നോക്കുമ്പോ അത്ര. എൻ്റെ മൂക്ക്, അയ്യോ. ഇവിടെ ഈ സാധനം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, മൂക്കും ചീക്സും എല്ലാം ഫ്രോസ്റ്റ് ബൈറ്റ് അടിച്ച് മരിക്കും. പിന്നെ നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവരേണ്ട അത്യാവശ്യ സാധനമാണ് ഗ്ലൗസ്, ഈ മാസ്ക്, പിന്നെ ഒരു ക്യാപ്പ്, കൂളിംഗ് ഗ്ലാസ്. എസെൻഷ്യലാണ് ഗൈസ്. മണാലിയിൽ വരുന്നുണ്ട്, റോത്തങ് പാസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂളിംഗ് ഗ്ലാസും ഈ മാസ്കും പിന്നെ ഇതും വൂളൻ തന്നെ കൊണ്ടുവരിക. സ്നോ ഉള്ള സമയത്തല്ല, തണുപ്പുള്ള സമയത്ത്. ഇപ്പോൾ ഇവിടെ -1 ഡിഗ്രി സെൽഷ്യസാണ്. പക്ഷെ നമ്മൾ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത കാരണം കൊണ്ട് നമുക്കിത് ഭയങ്കര തണുപ്പായിട്ട് തോന്നും. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പറയുന്ന കാരണം കൊണ്ട് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ ഇപ്പോഴേ പറയാൻ പറ്റുള്ളൂ, അത് കാരണം കൊണ്ട് പറയാം. ഞങ്ങൾ അയ്യോ ഒരു കൂട്ടം കുതിരകൾ വരുന്നുണ്ട് ഗൈസ്. പൊടി പറപ്പിച്ചാൽ ഒരു ഈ വഴിയാണോ? ഒരു ഈ വഴിയാ? അപ്പം നമ്മുടെ മാമ് മുന്നിൽ പോയി. മാമിനെ കാണാനില്ല. മാമും ഞങ്ങൾ 3 പേരും കൂടെ പോണേ ആ ലേക്ക് കാണാൻ വേണ്ടി. ബാക്കി എല്ലാവരും കുതിര സവാരിയിൽ ഏതോ മലയുടെ മണ്ടയ്ക്കോട്ട് പോയി. നമുക്ക് അയ്യോ ഗൈസ് ഇവിടെ ക്രിക്കറ്റ്. ദൈവമേ, ഇവർ സത്യം ഗ്ലൗസ് പോലെ ഇടാണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന ടീം. എൻ്റെ ദൈവമേ, സമ്മതിക്കണം. ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, സ്റ്റമ്പൊക്കെ വെച്ചിട്ടുണ്ട്. അവര് കുതിര സവാരിക്ക് പോയവർ ആ മലയുടെ മുകളിലേക്ക് എവിടെയോ പോയിട്ടുണ്ട്, അറിയില്ല. ഏതായാലും നടന്നിട്ടുള്ള തണുപ്പ് തന്നെ പറ്റണില്ല. അപ്പം പിന്നെ കുതിര സവാരിക്ക് പോയിട്ടുള്ള തണുപ്പ് അടിക്കാൻ വയ്യ. അത് കാരണം കൊണ്ട് കുതിര സവാരിക്ക് പോയില്ല. നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ വിഷ്വൽസ്, ഇതിപ്പോൾ നമ്മുടെ ടീമൊന്നും അല്ല കേട്ടോ. ഇത് ഒറിജിനൽ കുതിര അല്ല. കഴുതയും കുതിരയും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. എന്തായാലും പോണമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പോണേന് അവർ ആദ്യം പറയുക 800 ആണ്. പിന്നെ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് നമ്മുടെ ടീം 10 പേരല്ലേ അവർ പോയത്. 10 പേര് പോയതിന് അവർ 500 മേടിച്ചു. നമ്മളിവിടെ ഇറക്കി വിട്ട സമയം 12:30 കേട്ടോ. ഇപ്പോൾ 1:15 ഉച്ചയ്ക്ക്. എന്നിട്ടും ഇവിടെ ഒടുക്കത്തെ തണുപ്പാണ്. ഈ വെയിലിവിടെ വരണ്ടെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവണില്ല വെയിലടിക്കണ്ടെന്ന്. ഒരു തുള്ളി ചൂട് പോലും നമുക്ക് കിട്ടണില്ല കേട്ടോ.
അപ്പോൾ 2:30 തിരിച്ച് ബസ്സിൽ ചെല്ലാൻ പറഞ്ഞാണ്. അപ്പോൾ ലഞ്ച് ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കണം, ബ്രെഡ് ഓംലെറ്റോ അല്ലെങ്കിൽ നൂഡിൽസ് അങ്ങനെ എന്തെങ്കിലും മേടിച്ച് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് നമ്മുടെ പാക്കേജിലില്ല, കാരണം ഇവിടേക്ക് ഫുഡ് കൊണ്ടിട്ട് അല്ലെങ്കിൽ പോയി കഴിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ ലേക്കിൻ്റെ അടുത്ത് എത്താറായി. കാണിച്ചു തരാം. അയ്യോ അവിടെ ഐസ് അങ്ങോട്ട് പോവാം. കുറച്ച് വെള്ളം ഐസായിട്ട് കാണിച്ചു തരാം. ഇതെല്ലാം ഐസാണ്. കുറച്ച് വെള്ളം കിട്ടും. കാണാൻ പറ്റുന്നുണ്ടല്ലോ, ലേക്കല്ലേ ഇത്. ഇത് പൊട്ടി ഇനി അങ്ങനെ തിരിച്ച് അവിടെ ഓക്കെ തന്നെ ഉണ്ടോടി. ഫോട്ടോ ഇത് ഐസാണ്. കൈയൊക്കെ റെഡ് കളർ ഫ്രോസ്റ്റ് വൈറ്റ് അടിച്ചിട്ടാണ് കേട്ടോ. ഒന്നും അറിയില്ല, കൈയുടെ സെൻസേഷൻ ഇല്ല. മുഖമൊക്കെ ഫ്രോസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നടക്കാം. ഇവിടെ നൂഡിൽസ് ഉണ്ട്, പക്ഷെ ഇത് അടുപ്പത്തു നിന്ന് എടുക്കുമ്പോഴത്തേക്ക് അത് ഐസാവുക. പിന്നെ ഒരു തിളപ്പിച്ച് തരും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആ മലയുടെ അടുത്തു നിന്നൊക്കെ പോകുന്നു, റോട്ടിലേക്ക് തിരിച്ച് കയറി കേട്ടോ. വണ്ടിയുടെ അടുത്തേക്ക് പോവാം. അമ്മ വണ്ടിയിലിരിക്കുക, അമ്മ ഇറങ്ങിയിട്ടില്ല, തണുപ്പായ കാരണം കൊണ്ട്. അമ്മയ്ക്ക് ശ്വാസമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ ഇറങ്ങിയില്ല. അപ്പോൾ അമ്മ വണ്ടിയിലിരിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് പേരും കൂടെ വണ്ടിയിലിരിക്കുന്നുണ്ട്. അവരെ വിളിച്ചിട്ട് നമുക്ക് ഉച്ചത്തെ മാഗി കഴിക്കാൻ വേണം. അതായത് ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചില്ലാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് ഉച്ചത്തെ മാഗി അല്ലെങ്കിൽ ഓംലെറ്റോ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചിട്ട് നമുക്ക് പോവാം. നമ്മളവിടെ നിന്ന് പോകുന്നുണ്ടോ. ഉച്ച സമയം 2 മണിയായിട്ടുണ്ട്. ഇതുവരെ ഒരു ശമനവും തണുപ്പിനില്ല. രാവിലെ വന്ന പോലത്തെ തന്നെ തണുപ്പാണ് ഇപ്പോഴും. അതിലും കൂടിയിട്ടുണ്ടോ എന്നുള്ള സംശയമുള്ളൂ. കാരണം ഓരോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഗ്ലൗസ് ഇത്ര ഇട്ടിട്ടുണ്ട്. കാരണം കൈയൊക്കെ ഫ്രോസ്റ്റ് ബൈറ്റ് അടിച്ച് ഇല്ല, കൈയുടെ സെൻസേഷനൊക്കെ പോയി. ഫോണിൽ പോലും സെൻസർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വണ്ടി ചെന്നിട്ട് കാണാം. ഇവിടെ നമ്മൾ മാഗി കഴിക്കാൻ വേണ്ടി വന്നത്. നമുക്ക് മാഗി എത്തി കഴിയുമ്പോൾ കാണാം കേട്ടോ. വെയിറ്റിംഗ്. ഓക്കെ വയ്യ നീ കഴിച്ചാ ചൂടെടുത്തോ. ദീദി 2 egg omelette and അപ്പം നമ്മൾ റോത്തങ് പാസ്സൊക്കെ കണ്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് പോകുന്നുട്ടോ.
തീരെ സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ അതൊക്കെ പോകുന്ന വഴി നേരെ ഓപ്പോസിറ്റ് ഇറക്കത്തേക്കൂടെ ആട്ടോ നമ്മൾ ഇറങ്ങിപ്പോരുക, വന്ന വഴിയല്ല. അപ്പോൾ നമ്മൾ കണ്ടതിലും പിന്നെയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാഴ്ചകൾ പോകുന്ന വഴി കണ്ടിട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കായിരുന്നു അട്ടൽ ടണൽ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പാസ് ചെയ്തു, അങ്ങനെ അതും കാണാൻ പറ്റി. പക്ഷേ വേറൊരു ബുദ്ധിമുട്ടുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടൽ ടണലിൻ്റെ ടോയ്ലറ്റ് സർവീസാണ് കേട്ടോ. പബ്ലിക് കൺവീനിയൻസ് ഒക്കെയാണ്, പക്ഷെ നമ്മളത് ചെന്ന് കണ്ടോടുകൂടി നമുക്ക് കഴിച്ചത് പോലും ഇറങ്ങിപ്പോകുന്ന അവസ്ഥയായിരുന്നു. അത്രയും മോശമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു ആ ടോയ്ലറ്റിൽ ഉണ്ടായിരുന്നത്. വെള്ളം ഉണ്ടായിരുന്നില്ല, യൂസ് ചെയ്ത ആൾക്കാർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതെന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. അപ്പം തിരിച്ചു പോരുന്ന വഴി പിന്നെയും ഈ അട്ടൽ ടണലിൻ്റെ മെയിൻ്റനൻസ് ആൾക്കാർ വർക്ക് ചെയ്യുന്ന സ്ഥലവും അതിൻ്റെ ആൾക്കാർ സ്റ്റേ ചെയ്യുന്ന സ്ഥലമൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കുറേ നല്ല വ്യൂസ്, ഒരുപാട് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. കയറി വന്നതിനേക്കാളും ഒരുപാട് വ്യൂസ് ആ സൺസെറ്റിൻ്റെ പകുതിയൊക്കെ കാണാൻ പറ്റുന്ന ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അതിന് ശേഷമാണ് നമ്മൾ സോളങ് വാലിയിൽ പോകാൻ തീരുമാനിച്ചു. പക്ഷേ കുറച്ച് ലേറ്റായി കാരണം നമ്മൾ ഒത്തിരി സമയമൊന്നും സോളങ് വാലിയിൽ നിന്നില്ല. അപ്പോൾ നമ്മൾ അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹോട്ടൽ ബലൂൺ ഉണ്ടായിരുന്നു, ബഞ്ചി ജമ്പിങ് പോലെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കോണൊക്കെ വാങ്ങി വണ്ടിയിൽ നിന്ന് തന്നെ കഴിച്ച് നമ്മൾ നേരെ പോയത് ഹഡിംബ ടെമ്പിളിലേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടലിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ് ഹഡിംബ ടെമ്പിൾ ഉണ്ടായിരുന്നത്. അപ്പം നമുക്കത് കാണാം. അപ്പോൾ ഇത് യാക്കാണ് ഹഡിംബ ടെമ്പിളിൻ്റെ മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ 50 രൂപയാണ് ഇതിൻ്റെ മുകളിലിരുന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നതിന് അവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളവിടെ എത്തിയ സമയം 5:30 കഴിഞ്ഞു. പക്ഷേ ഇപ്പം തന്നെ കുറച്ച് ഇരുട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 5:30 വരെയാണ് ടെമ്പിൾ ഓപ്പൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കയറി പോകുന്ന വഴി ഇതുപോലെ കുറേ സംഭവങ്ങൾ കണ്ടിട്ടോ. നമ്മളതിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്നു. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തൊക്കെ കയറി കണ്ടു കേട്ടോ. അതിൻ്റെ അകത്തൊന്നും ഫോൺ കൊണ്ടുപോകാനൊന്നും പാടില്ല. അപ്പോൾ നമ്മളതൊന്നും ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചുറ്റിയൊക്കെ കണ്ട് നമ്മളപ്പോൾ തന്നെ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഇറങ്ങണ വഴി നമുക്കൊരു ചാൻസ് കിട്ടി കേട്ടോ അത് ട്രൈ ചെയ്യാൻ വേണ്ടി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ദീദി നമുക്കത് കെട്ടിത്തന്നു. അപ്പോൾ അതിന് 50 റുപ്പീസാണ് കേട്ടോ അവർ ചാർജ് ചെയ്തിരുന്നത്. അപ്പം നമ്മൾ അന്നത്തെ നൈറ്റ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിട്ടോ, അതായത് മണാലിയിൽ നിന്ന് നേരെ കസോളിലേക്ക്. ഇനി അടുത്ത വീഡിയോസിലെല്ലാം കസോളിൻ്റെയും ഗ്രഹാൻ വില്ലേജിൻ്റെയും വിശേഷങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കസോൾ മാർക്കറ്റിൻ്റെയും ഹിപ്പി മാർക്കറ്റിൻ്റെയും ഗ്രഹാൻ വില്ലേജിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ കാണാം, കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർവതി വാലിയും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ. ആൻഡ് ഓൾസോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.